ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 47, പേജ് നമ്പർ 611. ശ്രീഭഗവാനുവാച മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത്. തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വദന്വേന ന ദൃഷ്ടപൂർവം. പദാനുപദം. ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന, ഹേ അർജുന, പ്രസന്നേന പ്രസന്നനായ, മയ എന്നാൽ, തവ നിനക്ക്, പരം ദിവ്യമായ, ഇദം രൂപം ഈ വിശ്വരൂപം, ആത്മയോഗാത് എൻ്റെ അന്തരംഗ ശക്തിയാൽ, ദർശിതം ദർശിക്കപ്പെട്ടു, തേജോമയം തേജോമയവും, വിശ്വം വിശ്വവും, അനന്തം അനന്തവും, ആദ്യം ആദ്യവുമായി, യത് യാതൊരു, മേ രൂപം എൻ്റെ രൂപം, ത്വദന്വേന നീയല്ലാതെ മറ്റൊരുവനാൽ, ന ദൃഷ്ടപൂർവം മുമ്പ് കണ്ടിട്ടുള്ളതല്ല. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, നിന്നിൽ സന്തുഷ്ടനായ ഞാൻ അന്തരംഗശക്തിയാൽ ഭൗതിക പ്രപഞ്ചത്തിൽ അന്തർഹിതമായ എൻ്റെ ഈ വിശ്വരൂപം കാട്ടിത്തന്നു. ആദിമവും അവസാനമില്ലാത്തതും തേജോമയവുമായ ഇത് നീയൊഴികെ ആരും മുമ്പ് കണ്ടിട്ടില്ല. ഭാവാർത്ഥം. അർജുനൻ വിശ്വരൂപം കാണണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഭഗവാൻ ഭക്തനോടുള്ള കരുണ മൂലം തേജോമയവും വിഭൂതി ബഹുലവുമായ ആ രൂപം വെളിപ്പെടുത്തി. സൂര്യനെപ്പോലെ പ്രദീപ്തവും ക്ഷണം തോറും മാറിക്കൊണ്ടുമിരിക്കുന്ന അസംഖ്യം മുഖങ്ങളുമുള്ളതാണ് അത്. കൃഷ്ണൻ ആ രൂപം കാണിച്ചതാകട്ടെ തൻ്റെ സുഹൃത്തായ അർജുനൻ്റെ ആഗ്രഹനിവൃത്തിക്ക് മാത്രമായിരുന്നു. മനുഷ്യർക്ക് ഊഹിക്കുവാൻ പോലുമാവാത്ത അന്തരംഗ ശക്തി കൊണ്ടാണത് കൃഷ്ണൻ ആവിഷ്കരിച്ചത്. അർജുനനു മുമ്പ് അതാരും കണ്ടിട്ടില്ല. പക്ഷേ അർജുനന് പ്രത്യക്ഷമായ വിശ്വരൂപം സ്വർലോകങ്ങളിലും ബഹിരാകാശങ്ങളിലും വാഴുന്ന ഭക്തന്മാർക്കും കാണാനിടവന്നു. അവർ
മുമ്പൊരിക്കലും ഇതു കണ്ടിട്ടില്ലായിരുന്നു. അർജുനൻ കാരണം അവർക്കതിന് സന്ദർഭം ലഭിച്ചു. ശിഷ്യ പരമ്പരയിലുള്ള ഭഗവത് ഭക്തർക്കെല്ലാം കൃഷ്ണന്റെ കനിവുകൊണ്ട് അർജുനനു കാട്ടിയ വിശ്വരൂപം കാണാൻ കഴിഞ്ഞു. കൃഷ്ണൻ ദുര്യോധനനോട് സന്ധി സംഭാഷണത്തിന് പോയപ്പോഴും കൃഷ്ണൻ ഇതേ രൂപം കൗരവസഭയിൽ കാട്ടിയെന്നു പറയപ്പെടുന്നു. നിർഭാഗ്യവശാൽ ദുര്യോധനൻ കൃഷ്ണന്റെ ശാന്തി സന്ദേശം കൈക്കൊള്ളാതിരുന്നപ്പോഴാണ് അവിടെ ഏതാണ്ട് ഇതുപോലുള്ള വിശ്വരൂപം കാണിച്ചത്. എന്നാൽ അതും അർജുനൻ യുദ്ധരംഗത്തിൽ കണ്ട രൂപവും വ്യത്യസ്തങ്ങളത്രേ. ഇത് മുമ്പ് ആരും കണ്ടതല്ലെന്ന് കൃഷ്ണൻ സ്വയം സമ്മതിക്കുന്നുണ്ടല്ലോ. ഹരേ കൃഷ്ണ.